കോഴിക്കോട് കോട്ടൂളിയിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥർ വാഹനത്തിൽ പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും അവിടെ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും അവിടെ വാഹനം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം മറ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്രകടനം കഴിഞ്ഞതിന് പിന്നാലെ പോയാൽ മാത്രം മതി എന്നതാണ് പ്രവർത്തകർ പറയുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ പോകുന്നു. നഗരത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി പോകും. ഇന്ന് ബ്രാഞ്ച് തലത്തിലും അതോടൊപ്പം ലോക്കൽ തലങ്ങളിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് CPIM-ന്റെ ആഹ്വാനം. ബ്രാഞ്ച് തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനുള്ള ആഹ്വാനമുണ്ട്. ഏതായാലും ഇപ്പോഴും അവിടെ നിന്ന് ED ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും നമുക്ക് കാണാം, വാഹനത്തിന് മുന്നിലായി വലിയ രീതിയിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. യുവാക്കൾ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രകോപനപരമായ നീക്കങ്ങൾ തടയാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് നടത്തുന്നുണ്ട്. കാരണം അതൊരു വലിയ സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, ഇതൊരു സംഘർഷ സാധ്യതയിലേക്ക് പോവുകയാണ്. പ്രവർത്തകർ വളരെ ആവേശത്തോടെ ഈ പോകാനാവില്ല, ഇഡിയുടെ വാഹനം കടത്തിവിടാനാകില്ല. കാരണം തങ്ങളുടെ നേതാക്കളെയും കുടുംബത്തെയും പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു വെക്കണം. അവർ ഇത്രയും നേരം മാതാപിതാക്കളെ, റിയാസിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ തടങ്കിലാക്കിയവരാണ്. അതുകൊണ്ട് അവരെ വിടാനാകില്ല എന്നൊരു സമീപനമാണ് ഇപ്പോൾ പ്രവർത്തകർ സ്വീകരിക്കുന്നത്. എന്നാൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നുണ്ട്. കാരണം അവർ ഉദ്യോഗസ്ഥരാണ്, അവരുടെ ജോലി മാത്രമാണ് അവർ ചെയ്തത്. ഒരിക്കലും തടയരുത്, അവരെ തടയുന്നൊരു സമീപനം ഉണ്ടാകരുത് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഇതുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്. കാരണം തങ്ങൾ ഒളിച്ചു വെക്കാനില്ല. പക്ഷേ രാഷ്ട്രീയപരമായി വിരോധമുണ്ട്. ആ വിരോധം ഇത്തരത്തിൽ തീർക്കുന്നതാണ് എന്ന് കൃത്യമായി പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇപ്പോൾ വസീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തകരോട് മാറിപ്പോകാൻ നിർദ്ദേശം നയിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ ആവേശം അത് അലതല്ലുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ട് പോകില്ല. കാരണം തങ്ങളുടെ നേതാവാണ് മുഹമ്മദ് റിയാസും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ നേതാക്കളാണ്. ആ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും പീഡിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരെ തടഞ്ഞു വെച്ച് തടങ്കലിലാക്കാനുള്ള ശ്രമമായിരുന്നു ഇവരുടെ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ തടങ്കലിലാക്കിയ, അവരെ തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥർ അവർ തങ്ങളുടെ പ്രകടനത്തിന് ശേഷം മാത്രം പോയാൽ മതി എന്നൊരു സമീപനമാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ സ്വീകരിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കൾ കൃത്യമായി ഇടപെടുന്നു. അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരോട് പോകാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റി ഇ ഡി ഉദ്യോഗസ്ഥരെ മറുഭാഗത്തു കൂടി കടത്തിവിടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. രണ്ട് വാഹനത്തിലായാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയത്. ആ രണ്ട് വാഹനവും മറുവശത്തുകൂടി ഒരു വശത്തേക്ക് പ്രവർത്തകരെ മാറ്റി നിർത്തി മുതിർന്ന നേതാക്കൾ കൃത്യമായി ഇടപെട്ട് ഒരു ഭാഗത്തേക്ക് പ്രവർത്തകരെ മാറ്റി നിർത്തുന്നു. മറുഭാഗത്തുകൂടി ഈ കൃത്യമായി ഉദ്യോഗസ്ഥരെ കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ്. ഒരു ഭാഗത്ത് ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ മറുഭാഗത്ത് ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യവുമായി നിൽക്കുകയാണ്. അവർ പ്രകടനം നടത്തും. നഗരത്തിൽ കോട്ടുളി ടൗണിൽ ഉൾപ്പെടെ പ്രകടനം നടത്തും എന്ന് കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ പ്രകടനത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 6 മണിക്കാണ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ സമയം 2 മണിയാകുന്നു. ഇത്രയേറെ സമയം അതിനകത്ത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ആ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയൊരു പ്രകോപനം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. പ്രകടനത്തിലും അതിനുശേഷം ഇവിടെ കുത്തിയിരുന്നുള്ള മുദ്രാവാക്യത്തിലുമൊക്കെ കൃത്യമായി തങ്ങളുടെ ഒരു വികാരം അവർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളാണ് മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ. അവരെ ബന്ദികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വികാരം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രകടനമായി മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്.